ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ സർക്കുലേഷനിൽ ഇപ്പോഴും നിലവിലുള്ള, അതായത് നമുക്ക് സർക്കുലേഷനിൽ നിന്നൊക്കെ പെട്ടെന്ന് കളക്ഷൻ ചെയ്ത് വെക്കാൻ പറ്റിയ സ്കാർസ് കാറ്റഗറി വരുന്ന ഒരു 10 രൂപ നോട്ടിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള 10 രൂപ നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 10 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന 10 രൂപ നോട്ട് ഈ ഒരു നോട്ടാണ്. നമ്മുടെ സർക്കുലേഷനിലൊക്കെ എപ്പോഴും ഉള്ള നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു നോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 10 രൂപ നോട്ടിൽ സ്കാർസ് കാറ്റഗറി വരുന്ന ഒരു നോട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സർക്കുലേഷനിലുള്ള ഗാന്ധി ഇഷ്യൂ 10 രൂപ നോട്ടാണ്. ഇപ്പോൾ നമുക്ക് പുതിയ 10 രൂപ നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു നോട്ടൊക്കെ ഇപ്പോൾ നമുക്ക് ബാങ്കിലും അതുപോലെ തന്നെ പല കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു നോട്ട് കളക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ 10 രൂപ ഇഷ്യൂവിൽ ആദ്യം സിഗ്നേച്ചർ ചെയ്ത് പുറത്തിറക്കിയ, അതായത് ഈ ഒരു ഗാന്ധി സീരീസിൽ ആദ്യം സിഗ്നേച്ചർ ചെയ്ത് പുറത്തിറക്കിയത് സി രംഗരാജൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും സി രംഗരാജൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിഗ്നേച്ചർ ഇവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു മഹാത്മാഗാന്ധി, അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറിന് താഴെയായിട്ട് ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. MK ഗാന്ധി എന്ന് ഇംഗ്ലീഷിലും ഹിന്ദി ലെറ്റേഴ്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സിഗ്നേച്ചർ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ആ ഒരു പിക്ചറിന് താഴെയുള്ള ലെറ്റേഴ്സ് നമുക്ക് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇനി ഒരു വേറൊരു നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് സി രംഗരാജൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ്. നമുക്ക് സി രംഗരാജൻ എന്നുള്ളത് മാറ്റി ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന YV റെഡ്ഡി, അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത 10 രൂപ നോട്ടാണ്. നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും YV റെഡ്ഡി എന്നുള്ളത് സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിന് താഴെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന മഹാത്മാഗാന്ധി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു നോട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സി രംഗരാജൻ, അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ്. അതിൽ നമുക്ക് MK ഗാന്ധി, അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ പേര് ഷോർട്ട് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് സിഗ്നേച്ചറിൽ വരുന്ന നോട്ടുകൾക്കെല്ലാം നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ നെയിം ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷിലും ഹിന്ദിയിലും. അപ്പോൾ ഇത് YV റെഡ്ഡി അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ്. ഇത് വന്നിട്ട് ബിമൽ ജലാൽ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ബിമൽ ജലാൽ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ ആ ഒരു നെയിം ഫുള്ളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബിമൽ ജലാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസെറ്റിൽ മാത്രം, നമുക്ക് ഇൻസെറ്റ് എന്നുള്ളത് ഇവിടെ നമുക്ക് അണ്ടർപ്രിൻ്റഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വലിയ ഇംഗ്ലീഷ് ലെറ്ററാണ്. അപ്പോൾ ഇൻസെറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ ബിമൽ ജലാലിൻ്റെ വേറൊരു ഇൻസെറ്റിൽ വരുന്ന നോട്ടിനും MK ഗാന്ധി എന്നുള്ള ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. വന്നതിന് ശേഷം ഞാൻ തീർച്ചയായും ഒരു വീഡിയോ ചെയ്തിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് ബിമൽ ജലാലിൻ്റെ അടുത്തൊരു സിഗ്നേച്ചർ വരുന്ന നോട്ടാണ്. അതിൽ നമുക്ക് മഹാത്മാഗാന്ധി എന്നുള്ള ഫുൾ നെയിം കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് YV റെഡ്ഡി അദ്ദേഹത്തിൻ്റെതും, പിന്നെ വരുന്നത് സി രംഗരാജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു നോട്ടാണ്. നമുക്ക് അവിടെ നോക്കിയാൽ മനസ്സിലാവും MK ഗാന്ധി എന്നുള്ള ഷോർട്ട് ഫോമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് കാണിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് YV റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ വരുന്ന നോട്ടിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്ന് ഫുൾ നെയിമിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു നോട്ടൊക്കെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട ഏതൊരു ആവശ്യമില്ല. ഈ ഒരു നോട്ടൊക്കെ നിങ്ങൾക്ക് സർക്കുലേഷനിൽ നിന്ന് തന്നെ നല്ലൊരു UNC കണ്ടീഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ചാൻസ് കൂടുതലെന്നല്ല, ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു നോട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. മാർക്കറ്റിൽ നിന്ന് ഈ ഒരു നോട്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു നോട്ടിന് കൊടുക്കേണ്ട വില ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 90 രൂപ മുതൽ 120 രൂപ വരെയൊക്കെയാണ് നല്ലൊരു UNC കണ്ടീഷൻ നോട്ടിന് വരുന്നത്. തീർച്ചയായും നിങ്ങൾ സർക്കുലേഷനിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കിട്ടുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു നോട്ടൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.